എല്ലാ പാരാമെഡിക്കൽ കോഴ്സുകൾക്കും വൻ സാധ്യത ഉണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. മെഡിക്കൽ കിട്ടിയില്ലെങ്കിൽ ഒരുപാട് പേര് പാരാമെഡിക്കലിലോട്ട് പോകുന്ന ഒരു സമയമാണിത്. പാരാമെഡിക്കൽ കോഴ്സുകൾക്ക് എല്ലാം തന്നെ വലിയ ഡിമാൻഡാണെന്ന് നമ്മുടെ വിദ്യാർത്ഥികൾ കരുതുന്നുണ്ട്. ഒരളവോളം ശരിയാണ്. LBS ഇപ്പോൾ 15 കോഴ്സുകൾക്ക് വിളിച്ചിട്ടുണ്ട്. ബിരുദ കോഴ്സുകളാണ്. ഇതെല്ലാം തന്നെ 4 വർഷമാണ്. പല കോഴ്സുകൾക്കും 3 വർഷത്തെ കോഴ്സും 1 വർഷത്തെ ഇൻറ്റേൺഷിപ്പും കൂടെയാണ് കോഴ്സിലുള്ളത്. പക്ഷേ നമുക്ക് ഏറ്റവും വലിയ ഡിമാൻഡുള്ള നഴ്സിംഗ്, BSc, MLT, BPharm തുടങ്ങിയ കോഴ്സുകൾ കിട്ടാതെ താഴോട്ടുള്ള LBSൻ്റെ മറ്റ് കോഴ്സുകൾ കിട്ടിയില്ലെങ്കിൽ ഒരുപാട് വിദ്യാർത്ഥികൾ കേരളത്തിന് പുറത്ത് അയൽ സംസ്ഥാനങ്ങളിൽ നിലവാരം കുറഞ്ഞ സ്ഥാപനങ്ങളിൽ പഠിക്കാനായിട്ട് പോകുന്ന ഒരു ഒഴുക്ക് തന്നെയുണ്ട്. വൻ ഫീസ് കൊടുത്ത് ഈ കോഴ്സുകൾ പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ജോബ് സാധ്യതകൾ പരിശോധിക്കുകയാണ്. പ്രധാനമായിട്ടും നമ്മൾ സാധാരണ ഞാൻ നേരത്തെ പറഞ്ഞ മികച്ച കോഴ്സുകളെന്ന് നമ്മൾ കരുതുന്നത് അത് ശരിയുമാണ്. കാരണം അനേക വർഷത്തേക്ക് നഴ്സിങ്ങിനും BPharmനും BSc MLTക്കൊന്നും യാതൊരു ജോബ് ത്രെറ്റും ഉണ്ടാകത്തില്ല. പക്ഷേ നമ്മൾ നോക്കണം, പെർഫ്യൂഷൻ ടെക്നോളജി നമ്മളെ കേരളത്തിൽ ആ സ്ഥാപനങ്ങളുണ്ട്, അത് പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളുണ്ട്. മികച്ച മെഡിക്കൽ കോളേജിലാണ് അത് പഠിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും നല്ല ക്ലിനിക്കൽ എക്സ്പീരിയൻസ് കിട്ടും. പക്ഷേ ഇത് പുറത്ത് പഠിക്കാൻ പോകുന്ന ഒരു നിലവാരമില്ലാത്ത സ്ഥലത്ത് പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് ക്ലിനിക്കൽ എക്സ്പീരിയൻസ് ഉണ്ടാകത്തില്ല. ഇവർ വിദേശത്ത് പോയി കഴിഞ്ഞാലും സാധാരണ കേരളത്തിലാണെങ്കിലും നമ്മുടെ രാജ്യത്ത് എവിടെയാണെങ്കിലും ഇതിൽ കാർഡിയോളജി അല്ലെങ്കിൽ സർജറി ചെയ്യുന്ന, അപ്പോൾ ഹൃദയത്തിൻ്റെ ശസ്ത്രക്രിയ ചെയ്യുന്ന സ്ഥലത്തായിരിക്കും ഇവർക്ക് ക്ലിനിക്കൽ പെർഫ്യൂഷനിസ്റ്റ് എന്ന് പറയുന്ന പോസ്റ്റിലാണ് ഇവർ വർക്ക് ചെയ്യേണ്ടത്. പക്ഷേ എത്രമാത്രം ജോബ് സാധ്യതയുണ്ട്? ഒരു ആവറേജ് സാധ്യതയാണ് എനിക്ക് തോന്നുന്നത്. വിദേശത്താണെങ്കിലും നമ്മുടെ രാജ്യത്താണെങ്കിലും ഒരു ആവറേജ് സാധ്യത മാത്രമാണ് പെർഫ്യൂഷൻ ടെക്നോളജി എന്നുള്ള കോഴ്സിനുള്ളത്. ഇത് എടുക്കുന്നവർ ശ്രദ്ധിക്കുക. തീർച്ചയായിട്ടും ഇത് 4 വർഷത്തെ കോഴ്സാണ്. 3 വർഷം പ്ലസ് കമ്പൽസറി ഇൻറ്റേൺഷിപ്പ് കൂടി ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ കേരളത്തിന് പുറത്താണെങ്കിലും ഇത് പഠിക്കാൻ പോകാവൂ. എടുക്കുന്ന സ്ഥാപനത്തിൻ്റെ നിലവാരം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിൻ്റെ ജോബ് മാർക്കറ്റ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. ഒരു ആവറേജ് ജോബ് മാർക്കറ്റേ ഉള്ളൂ. വൻ സാധ്യത എന്ന് പറയാൻ ഇതിന് പറ്റുമോ എന്ന് സംശയമാണ്. അടുത്ത ഒരു കോഴ്സ് അനസ്തേഷ്യ ടെക്നോളജി ആൻഡ് ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി എന്ന് പറയുന്ന ഒരു ബ്രാഞ്ചാണ്. ഇതും ഒരു BSc കോഴ്സാണ്. നമ്മുടെ കേരളത്തിൽ ഇത് പഠിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. മികച്ച സ്ഥാപനങ്ങളിലാണ് ഇതിന് പരിശീലനം കൊടുക്കുന്നത്. പക്ഷേ ഇത് കിട്ടിയില്ലെങ്കിൽ പുറത്തോട്ട് പഠിക്കാൻ പോകുന്നവർ ശ്രദ്ധിക്കുക. 4 വർഷത്തെ കോഴ്സാണ്. പല കോഴ്സുകളും 3 വർഷം എന്ന് പറഞ്ഞ് പലരും മടങ്ങി വരുന്നുണ്ട്. അവർക്ക് രജിസ്ട്രേഷനും അവർക്ക് ജോലി സാധ്യതയും അത്രത്തോളം ഉണ്ടാകത്തില്ല. അതുകൊണ്ട് 4 വർഷത്തെ കോഴ്സാണ്. കമ്പൽസറി ഇൻറ്റേൺഷിപ്പ് ഉണ്ട്. ഇനി വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, നല്ല ഈ ഓപ്പറേഷൻ സർജറി, മികച്ച സർജറി നടക്കുന്ന ഹോസ്പിറ്റലിൽ മാത്രം 1-2 പോസ്റ്റാണ് ഇവർക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു വൻ സാധ്യത എന്ന് പറഞ്ഞ് വിദേശത്തോട്ട് പോകുന്നവരൊന്ന് ശ്രദ്ധിക്കുക. അവിടെയും ഈ ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ ഒരു ആവറേജ് സാധ്യത മാത്രമാണ് അനസ്തേഷ്യ ടെക്നോളജിക്കും ഉള്ളത് എന്നാണ് നമുക്ക് അനുമാനിക്കാൻ കഴിയുന്നത്. ഇനി ഏകദേശം സാമ്യതയുള്ള 2 BSc കോഴ്സുകളാണ്. ഒന്ന് കാർഡിയാക് കെയർ ടെക്നോളജി, BSc കാർഡിയാക് കെയർ ടെക്നോളജിയും അതുപോലെ തന്നെ BSc കാർഡിയോ വാസ്കുലർ ടെക്നോളജി. നമ്മൾ കേരളത്തിന് പുറത്ത് പോകുന്നവർ ശ്രദ്ധിക്കുക. 4 വർഷത്തെ കോഴ്സ് തന്നെ ആകണം ഇത് എടുക്കുന്നവർ. മികച്ച നിലവാരമുള്ള സ്ഥലങ്ങളിൽ തന്നെ പഠിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്കൊരു എക്സ്പീരിയൻസ്, ക്ലിനിക്കൽ എക്സ്പീരിയൻസ് കിട്ടൂ. ഇതും നല്ല കാർഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റുള്ള ഹോസ്പിറ്റലിൽ മാത്രം വിരലിലെണ്ണാവുന്ന പോസ്റ്റുകൾ മാത്രമാണ് ഇതിനുള്ളത്. അതുകൂടി മനസ്സിലാക്കിക്കൊണ്ട് വേണം ഈ കോഴ്സ് വൻ തുക കൊടുത്ത് കേരളത്തിന് പുറത്ത് പഠിക്കുന്നവർ ശ്രദ്ധിക്കാൻ. അപ്പം ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ സാധാരണ ഇത് എടുക്കാൻ പോകുമ്പം പലരും പറയും വിദേശത്ത് വൻ സാധ്യതയാണെന്ന് പറയും. വിദേശത്തും നമ്മളെ രാജ്യത്തെ പോലെ തന്നെയല്ലോ, എല്ലാവർക്കും എല്ലാ ആശുപത്രിയിലും കാർഡിയോളജി അതുപോലെ തന്നെ കാർഡിയാക്ക് റിലേറ്റഡ് ശസ്ത്രക്രിയകളൊക്കെ നടക്കുന്ന ഹോസ്പിറ്റൽ കുറവാണ്.
അപ്പോൾ അവിടെ മാത്രമാണ് ഇവരുടെ സാന്നിധ്യം വേണ്ടതും ഇവർക്ക് ജോലി കിട്ടുന്നതും. അതും ഒരു ആവറേജ് ജോബ് മാർക്കറ്റ് മാത്രമാണ് ഈ പോസ്റ്റിനും ഉള്ളത്. കേരളത്തിന് പുറത്തോട്ട് നമ്മളെ വിദ്യാർത്ഥികൾ തിരഞ്ഞെടുക്കുന്ന മറ്റൊരു കോഴ്സ് BSc റെസ്പിറേറ്ററി തെറാപ്പിയാണ്. സത്യം പറഞ്ഞാൽ ഇത് ICUയിലും പൾമനോളജി ക്ലിനിക്കിലുമൊക്കെയാണ് ആവശ്യം. ഇതിൻ്റെയും ജോബ് മാർക്കറ്റ് ആവറേജാണ് എന്ന് പറയാം. കിട്ടൂല എന്നല്ല, ആവറേജാണ്. അപ്പം നമ്മൾ കൊടുക്കുന്ന തുകയ്ക്ക് അനുസരിച്ച് അതിൻ്റെ ഒരു ജോബ് ഉണ്ടാവണം. നമ്മൾ തിരഞ്ഞെടുക്കുന്ന സ്ഥാപനങ്ങളിൽ അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാവണം, അവിടെ ക്ലിനിക്കൽ എക്സ്പീരിയൻസ് ഉണ്ടാവണം. ഇതെല്ലാം ശ്രദ്ധിക്കേണ്ടതാണ് ഈ കോഴ്സ് എടുക്കുന്നവരും. അടുത്ത പ്രധാനപ്പെട്ട കോഴ്സ് നമ്മൾ ആൾക്കാർ പുറത്തു പോകുന്നത് BSc ട്രൗമ കെയർ മാനേജ്മെൻറ്റാണ്. BSc ട്രൗമ കെയർ മാനേജ്മെൻറ്റിലും ഇതേപോലെ തന്നെയാണ്. ട്രൗമ ക്ലിനിക്കൊക്കെ ഉള്ള സ്ഥലത്ത്, ട്രൗമ സെൻ്ററൊക്കെ ഉള്ള സ്ഥലത്ത് മാത്രമാണ് ഇതിൻ്റെ പോസ്റ്റ്. അതും ഒരു ഹോസ്പിറ്റലിൽ വളരെ കുറച്ച്, ഒരു ഹോസ്പിറ്റലിൽ എത്രമാത്രം ടെക്നീഷ്യൻസ് വേണമെന്ന് നമുക്കറിയാം. അവിടെ അവർക്ക് മാത്രമാണ് വളരെ കുറച്ച് വിരലിലെണ്ണാവുന്ന പോസ്റ്റുകളാണ്. വലിയ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ പോലും ഇതിന് ആവശ്യമായിട്ട് വരുന്നു. അപ്പോൾ അത്രമാത്രം പോസ്റ്റുകളെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതും ഒരു ആവറേജ് ജോബ് മാർക്കറ്റാണ് ഈ പോസ്റ്റിനും ഉള്ളത്. ഇനി മറ്റൊരു കോഴ്സ്, അവിടെ നമ്മൾ ആൾക്കാർ ഇതിനെക്കുറിച്ച് അറിഞ്ഞുകൂടാതെ പോകുന്നുണ്ട്. അത് BSc ഫിസിഷ്യൻ അസിസ്റ്റൻ്റാണ്. ഡോക്ടറുടെ കൂടെ നിൽക്കാമെന്ന് പറഞ്ഞുകൊണ്ട് പലരും പോകുന്നുണ്ട്. ഇവിടെ ഞങ്ങളടുത്ത് ചോദിക്കാറുണ്ട് ഇത് എങ്ങനെയാണ്, ഭയങ്കര സാധ്യതയുണ്ടോയെന്നൊക്കെ. എപ്പോഴും ഡോക്ടറുടെ കൂടെ നിൽക്കുന്ന ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡോക്ടറുടെ കൂടെ നിൽക്കാൻ ഈ ഡോക്ടർമാർ ഇഷ്ടപ്പെടുന്നത് അവരുടെ ജൂനിയറായിട്ട് MBBS കഴിഞ്ഞവരോ അല്ലെങ്കിൽ ശരിക്കും നഴ്സിംഗ് ഓഫീസർമാരോ ഒക്കെ ആയിരിക്കും അവരെ അസിസ്റ്റ് ചെയ്യേണ്ടത് എന്നാണ് അവർ വിചാരിക്കുന്നത്. അവിടെ ഫിസിഷ്യൻ അസിസ്റ്റൻ്റ് എന്നുള്ളൊരു പോസ്റ്റിന് എത്രമാത്രം സാധ്യതയുണ്ടെന്ന് നമ്മളിത് മനസ്സിലാക്കുമ്പോൾ തന്നെ കുറച്ച് സാധ്യതയില്ലെന്ന് പറയില്ല, ബട്ട് വെരി ലിമിറ്റഡ് ജോബ് മാർക്കറ്റാണ് ഈ കോഴ്സിനും ഉള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പരസ്യം കണ്ട് കുറേ വിദ്യാർത്ഥിനികളും ഈ BSc റീനൽ ഡയാലിസിസ് ടെക്നോളജിക്ക് പഠിക്കാനായിട്ട് കേരളത്തിന് പുറത്തോട്ട് പോകുന്നുണ്ട്. ഇവരും അറിയേണ്ടത്, ഇതിന് പേര് കേട്ടാൽ തോന്നുന്നതൊക്കെ ഭയങ്കര സാധ്യതയുള്ളതാണ്, ഇതില്ലാതെ മെഡിക്കൽ രംഗം അത് വലിയ പ്രയാസമാണെന്നൊക്കെ വിചാരിക്കും. പക്ഷേ അവിടെയും നമ്പർ ഓഫ് പോസ്റ്റ് വളരെ കുറവാണ്. ഒരു വലിയ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലും ഈ ഡയാലിസിസ് ക്ലിനിക്കിൽ വളരെ കുറച്ച് പേര് മാത്രം മതി. മാത്രമല്ല, നമ്മൾ അറിയേണ്ടത് ഈ കോഴ്സൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പും നമ്മളെ സ്റ്റാഫ് നഴ്സുമാർ, നഴ്സിംഗ് ഓഫീസർമാർ എന്ന് പറയുന്ന ഈ വിഭാഗം ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാർ നന്നായിട്ട് ഡയാലിസിസ് നടത്തും. അതുപോലെ തന്നെ BSc നഴ്സിംഗ് കഴിഞ്ഞാൽ അവർക്ക് ശ്രീത്ര പോലുള്ള ഹോസ്പിറ്റലിൽ 1 വർഷത്തെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ഡയാലിസിസ് നഴ്സിങ്ങിന് കോഴ്സും ഉണ്ട്. അപ്പോൾ അതും കൂടെയൊക്കെ ചില പ്രധാനപ്പെട്ട ആശുപത്രികളിൽ സെൻറ്റേഴ്സിൽ ഇങ്ങനത്തെ കോഴ്സും ഉണ്ട്. അപ്പോൾ ഇത് കഴിയുന്നവർക്കായിരിക്കും അവിടെയും അവർക്കും ഒരു സ്കോപ്പുണ്ട്, അവർക്ക് മുൻഗണന കിട്ടുമെന്നുള്ളതാണ് നഴ്സുമാരായതുകൊണ്ട് തന്നെ. അതുകൊണ്ട് തന്നെ ഇതും കൂടെ മനസ്സിലാക്കിക്കൊണ്ട് വേണം ഇങ്ങനെയുള്ള കോഴ്സുകൾ എടുക്കാൻ എന്നാണ് എനിക്ക് പറയാനുള്ളത്. വൻ സാധ്യതകൾ ഉള്ള കോഴ്സുകളെന്ന് പറഞ്ഞുകൊണ്ട് പലപ്പോഴും നമ്മുടെ കേരളത്തിൽ മികച്ച സ്ഥാപനങ്ങളിൽ കിട്ടാതെ വരുമ്പോൾ പുറത്തേക്ക് പോകുന്നവർക്ക് ഒരു കരുതൽ വേണം. അതിനുവേണ്ടിയാണ് ഇങ്ങനെ ഒരു വിലയിരുത്തൽ നടത്തിയത്. കേരളത്തിലെ LBS വിളിച്ച എല്ലാ കോഴ്സുകളും മികച്ച മെഡിക്കൽ കോളേജിന് തുല്യമായ 1-2 ഹോസ്പിറ്റലിലും അതോടെ നല്ല പേഷ്യൻസും ക്ലിനിക്കൽ എക്സ്പീരിയൻസ് ഒക്കെ കിട്ടും. ഉറപ്പായിട്ടും ഇതിനെല്ലാം തന്നെ നല്ല ക്ലിനിക്കൽ എക്സ്പീരിയൻസ് മാത്രമല്ല, ഇവരെല്ലാം ജോബിൽ തിളങ്ങുകയും ചെയ്യും. പക്ഷേ നമ്മൾ LBS വിളിച്ചതിൽ 3 തെറാപ്പി കോഴ്സുകളുണ്ട്. ഫിസിയോതെറാപ്പി, ബാച്ചിലർ ഓഫ് ഒക്യുപ്പേഷൻ തെറാപ്പി, ബാച്ചിലർ ഓഫ് സ്പീച്ച് ലാംഗ്വേജ് പത്തോളജി BASLP എന്നുള്ള കോഴ്സും. ഇതിനും വിദേശത്ത് പോകുന്ന ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിക്കേണ്ടതുണ്ട്. LBSൻ്റെ ലിസ്റ്റിൽ എല്ലാ കോഴ്സുകളെയും വിലയിരുത്തുന്ന ഒരു പരിപാടിയല്ല, എങ്കിൽ പോലും പറയാതിരിക്കാൻ പറ്റത്തില്ല. ആദ്യമായിട്ട് പ്രോസ്തെറ്റിക് ആൻഡ് ഓർത്തോട്ടിക് എന്നുള്ള കോഴ്സ്, അതൊരു ടെക്നിക്കൽ കോഴ്സാണ്, എഞ്ചിനീയറിംഗ് കോഴ്സാണ്. പ്രോസ്തെറ്റിക് ആൻഡ് ഓർത്തോട്ടിക് മെഡിക്കൽ റിലേറ്റഡ് കോഴ്സാണ്. കൃത്രിമ അവയവ നിർമ്മാണ സാങ്കേതിക വിദ്യയും അതിൻ്റെ ഡിസൈനിങ്ങും ഒക്കെ പഠിപ്പിക്കുന്ന ഒരു കോഴ്സ് കൂടി വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും അതിൽ ജോബ് സാധ്യത അപാരമാണ് ഗ്ലോബലി. മറ്റൊരു കോഴ്സ്
മെഡിക്കൽ ബയോ കെമിസ്ട്രിയാണ്. മെഡിക്കൽ ബയോ കെമിസ്ട്രിക്ക് മെഡിക്കൽ കോളേജുകളിൽ തന്നെയാണ് ആ കോഴ്സ് പറഞ്ഞേക്കുന്നത്. തീർച്ചയായിട്ടും ആ കോഴ്സിൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഏരിയയാണ്. അത് നല്ല ഒരു കരിയർ ഉറപ്പാക്കാവുന്ന കോഴ്സാണ് മെഡിക്കൽ ബയോ കെമിസ്ട്രി. MSCക്ക് പോകാം, വേണമെങ്കിൽ അതിൽ കഴിഞ്ഞിട്ട് റിസർച്ചും ചെയ്യാം. എന്തായാലും പുറത്ത് പോകുന്ന പാരാമെഡിക്കൽ കോഴ്സുകൾക്ക് വൻ ഡിമാൻഡ് എന്ന് പറഞ്ഞ് പോയി വലിയ ഡിമാൻഡില്ലാത്ത കോഴ്സ് എടുക്കുന്നവർ ഒന്ന് കരുതിയിരിക്കുക, 2 പ്രാവശ്യം അവരാലോചിക്കുക. താങ്ക് യു.